ഹായ് നോക്കൂ, രണ്ട് സുന്ദരനും ഒരു സുന്ദരിയുടെയും കഥയാണ് ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുത്തി നിറച്ച സംഭവമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നല്ല രസകരമായിട്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ വീഡിയോ കാണണം എല്ലാവരും. അതുപോലെ തന്നെ ഉള്ളുവിറച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ്റെ കഥയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവൻ പോകുന്ന വഴിയെ തന്നെയാണ് മാമനും പോകുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഇവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഇതാരെ ഓടിക്കുന്നത്? എടാ കള്ള, നീ ഇതിൽ പങ്കുള്ളവനല്ലേടാ? അതാരാടാ നിങ്ങൾ ഓടിച്ചത്? ഡേയ് ഇവിടെ നോക്കടാ. ഇതാ നോക്കിയേ, അവൻ മൈൻഡ് ചെയ്യാതെ ആ രണ്ടുപേരും ഓടിപ്പോയതാണ് നോക്കുന്നത് കേട്ടോ. എന്താണ് സംഭവം എന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. ഇവനോട് തന്നെ ചോദിക്കാം. അന്തം വിട്ട് നോക്കുന്നവനെ ഇങ്ങോട്ട് നോക്കടാ. നിങ്ങൾ ആരെടാ ഓടിച്ചോണ്ട് വന്നത്? സത്യം പറ. ഡേയ്, അയ്യോ ഇതാ നോക്കിയേ, ഒരാൾ മരത്തിൽ കയറിയിട്ടുണ്ട്. അടുത്താൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് എന്താണ് ഒരു പിടുത്തവുമില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലണം കേട്ടോ. ഡേയ്, നീ ആരാടാ ഓടിച്ചത്? അവനും ഓടിയല്ലോ. നീ ഇവിടെ ഇരിക്കുന്നോ? ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ദാ വരുന്ന, അവിടെ ഇരുന്നോ നീ. ആരെയാണ് ഓടിച്ചെന്ന് ഒരു പിടുത്തവുമില്ലല്ലോ. ദാ ഒരുത്തൻ ദാ മരത്തിൽ കയറുന്നുണ്ട്, ഒരാൾ മരത്തിൻ്റെ മേളിൽ കയറിപ്പോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒന്നും അറിയില്ലല്ലോ. ആഹാ, ഇത് എനിക്കറിയുന്നൊരു പെങ്കൊച്ചാണല്ലോ. ഇവളാ മരത്തിൻ്റെ മേളിൽ കയറ്റിയതാരാ? ഇവനാണോ? നിനക്കെന്ത് ധൈര്യത്തിലാടാ ആ പെങ്കൊച്ചിനെ മരത്തിൻ്റെ മേളിൽ കയറ്റിയത്? ഇതാ നോക്കിയേ, ആ പെങ്കൊച്ചിനെ എനിക്ക് അറിയാവുന്നതാണല്ലോ. പേടിച്ച ആ കൊച്ചു മേളിൽ കയറി ഇരിക്കുന്നതുണ്ടോ? ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ കയറ്റാൻ ആരാണ് ഇവന്മാർക്ക് ധൈര്യം കൊടുത്തത്? ഇവന്മാരോട് ചോദിച്ചല്ലേ മതിയാവൂ. എടാ ഭൂതമേ, നീ എന്തിനാടാ ഓടിച്ചത്? എടാ, ഇവിടുത്തെ നടപടിയോ നിയമങ്ങളോ എന്തെങ്കിലും നിനക്കറിയാവോടാ? ഇവിടെ ഒരു പെങ്കൊച്ചിനെയൊക്കെ ഓടിച്ചാലുണ്ടാവുന്ന ശിക്ഷ എന്താണെന്നറിയോ നിനക്ക്? നീ എന്ത് ധൈര്യത്തിലാണ് ഓടിച്ചത്? നോക്കിയേ, അവളെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. നമ്മളുടെ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളൊരു പാവം പിടിച്ച പെണ്ണാണ്. ഈ ദുഷ്ടന്മാർ ഇനി എപ്പോഴാണ് മാറിപ്പോവുക? എനിക്കൊന്ന് താഴെ ഇറങ്ങാനും പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? കുറച്ച് നാളുകൊണ്ട് ഞാനൊരു ഐ ലവ് യു പറഞ്ഞിട്ട് ഇവൾ കേൾക്കാതെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് മറുപടിയും കൊണ്ടേ ഞാനിന്ന് പോകും. കള്ളം പറഞ്ഞൊന്ന് വിളിച്ചു നോക്കാം. മീനിൻ്റെ തല കിട്ടി ഇറങ്ങി വാടി. അവിടെ ഇരിക്കാതാ, വേണമെങ്കിൽ ഇറങ്ങി വാ. നീ വരുമോ? ഓ, കള്ളം പറഞ്ഞ് എന്നെ മയക്കാനുള്ള പരിപാടിയാണ്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ എന്തായാലും ഇറങ്ങില്ല. യവന്മാരൊക്കെ ഭയങ്കര ശല്യക്കാരാ. ദാ ഒരുത്തവിടെ ഇരിക്കുന്ന കണ്ടോ? നിനക്കിത് ഒന്നും അറിയാത്ത കണക്ക് ഇരിക്കുന്നല്ലടാ. നീ അവനും കൂടെ അല്ലടാ ആ പാമ്പ് പിടിച്ച പെണ്ണിനെ ഓടിച്ചുകൊണ്ട് വന്നത്. ഇങ്ങോട്ട് നോക്കടാ. ഡാ, ഇരുന്ന് ഉറങ്ങാതെ ഇങ്ങോട്ട് നോക്കാൻ. രാജകുമാരനെ പോലെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാലയും കഴുത്തിലണിഞ്ഞ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? അതുപോലെ തന്നെ ആത്മാർത്ഥ സ്നേഹമുള്ള നമ്മുടെ ഈ ചിന്ന പയ്യൻ ദാ അവളോട് വളരെ സ്നേഹമുള്ളൊരു ചെറുക്കനാണ് കേട്ടോ. എന്നാൽ അവളെ ഓടിച്ചുകൊണ്ട് വന്നതോ എവിടെ ഉള്ളൂന്നറിയാതെ അവനാകെ ടെൻഷനായിട്ടിരിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് വരാം. അവൾ മരത്തിൻ്റെ മേളിൽ സേഫായിട്ടിരിക്കുകയാണ്. ആ ഭൂതനായ അവനങ്ങോട്ട് മാറിപ്പോകുന്നില്ല. അടുത്തോട്ട് ചെന്നാലേ അംഗം കുറിക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോഴെനിക്ക് എന്തായാലും ഇല്ല. അവനാണെങ്കിലോ എവിടെയോ ഉള്ളവൻ ഈ പരിസരത്ത് വന്നിരിക്കുന്നു. നോക്കിയേ, ഞാൻ എന്ത് ചെയ്യും? അവളെ രക്ഷിക്കണമല്ലോ. അവൻ എന്നെ തന്നെ തുറച്ച് നോക്കുകയാണല്ലോ. മരത്തിൽ കയറുമ്പോഴും വല്ലതും ഒന്ന് പിടിക്കൂ. എന്താ ചെയ്യുക? ആ പെണ്ണാണെങ്കിൽ എന്നെ മേളിൽ കയറിയിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ പെൺകുട്ടി സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ആ ഉണങ്ങിയ ചുള്ളികൾ എണ്ണിക്കൊണ്ടിരുന്ന് അവൾ സമയം ചിലവഴിക്കുകയാണ്. ഇവന്മാരൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. രണ്ടുപേരെയും കണ്ട് പേടിച്ച് അവളങ്ങനെ ഓടിയ ഓട്ടമാണ് ആ മരത്തിൻ്റെ മുകളിൽ അറിയാതെ കയറിപ്പോയത്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. കൊള്ളാലോ. അവൾ മൈൻഡ് ചെയ്യാത്ത കണക്ക് ആരുമില്ലാത്തതുപോലെ അവൾ തനിച്ച് ആ മരത്തിൽ വന്ന് കയറിയതുപോലെ മരത്തിൻ്റെ കൊമ്പുകളിൽ മന്ദം മന്ദം അവൾ കാലുകൾ വെച്ച് മുന്നോട്ടങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ എല്ലാം മറന്ന് കുറേ നല്ല സ്ഥലങ്ങളും കണ്ടിരിക്കുമ്പോൾ ദാ ആ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അടുത്തവൻ എത്തിയിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും ഇവിടെ കിടന്ന് അടി കൂടുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പിടിച്ചു മാറ്റാനൊന്നും ഇനി സമയമൊന്നുമില്ല കേട്ടോ. അവന്മാരെ ഇഷ്ടം പോലെ ഇവിടെ നടക്കട്ടെ. ഇതാ നോക്കിയേ, അവൻ മരത്തിൽ കയറാനുള്ളൊരു പരിപാടിയും അതുപോലെ നമ്മുടെ കരുമാടിക്കുട്ടൻ അവനെ കൊണ്ട് മരത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ആത്മാർത്ഥ സ്നേഹമുള്ള നമ്മുടെ ചെറുക്കൻ മരത്തിൽ കയറിയാൽ ഇവൻ ബാക്കിൽ കൂടെ ചെന്ന് പിടിക്കുകയോ അടിക്കുകയോ ചെയ്യോ. അറച്ചു നിൽക്കുന്ന ഈ പയ്യൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അവനാകെ പേടിച്ച് തന്നെയാണ് അവൻ നിൽക്കുന്നത് കേട്ടോ. മറ്റവൻ കുറച്ച് ബലത്ത ഒരാളാണ്, അതുകൊണ്ട് അവനൊരു പേടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ പെൺകുട്ടി ഇതാ ആ മരത്തിൻ്റെ മേളിൽ അതാ എന്തോ ഹൈറ്റിലാണെന്നറിയോ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതാ നോക്കിയേ, താഴെ കാവൽ നിൽക്കുന്നവരെ അവൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഓരോ കൊമ്പുകളിൽ അവൾ അങ്ങനെ കറങ്ങി കറങ്ങി ചുവടുകൾ വെച്ച് മാറുകയാണ് നമ്മുടെ ആ പാമ്പിടിച്ച പെൺകുട്ടി കേട്ടോ. എന്ത് ചെയ്യാനാണ്, ഇവന്മാർ പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇവിടെ നിന്ന് പമ്പ കിടക്കും. എത്ര ഹൈറ്റിലാണെന്നറിയോ ആ പെണ്ണ് കയറിയിരിക്കുന്നത്. അത്രയ്ക്ക് അവൾ പേടിച്ചിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ ആ മരം എന്തായാലും വളരെ ഇഷ്ടമായി. അവൾക്ക് നല്ല സുരക്ഷ തന്നെയുണ്ട്. ഇതാ ഇവിടെ രണ്ടുപേര് വളരെ ആലോചനയിലാണ്. മലന്ന് നോക്കി കഴുത്ത് കഴിക്കാതെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിനടാ നിങ്ങൾ. കറുമ്പയ്യനെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായി. ഇനി പയ്യ സ്റ്റെപ്പായിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഒന്ന് നീങ്ങണം. അപ്പോഴവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അതാണ് ഇനി അടുത്ത പരിപാടി. മരത്തിൽ വലിഞ്ഞ് കയറുകയും വേണം. പയ്യെ മന്ദം നീങ്ങാം. ഇവൻ വരുമോ? ഇതാ നോക്കിയേ, ആ ആരോഗ്യമുള്ള സുന്ദരക്കുട്ടൻ ഇതാ മരത്തിൻ്റെ ചുവട്ടിൽ വന്നെത്തിയിട്ടുണ്ട്. അവനിനി ഒന്ന് ചാടി മേലോട്ട് കയറിപ്പോകണം. ഇതാ അതുപോലെ കയറിപ്പോയി. കയറി എന്തായാലും രക്ഷപ്പെട്ടു. ഇവളെവിടെ ഇരിക്കുന്നത്? അയ്യോ, കാണാനുമില്ലല്ലോ. ഇവൾ പോയോ? അങ്ങനെ ഏത് കൊമ്പിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവാതെ നമ്മുടെ ആ സുന്ദരക്കുട്ടൻ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെയാണെങ്കിലോ കാണാനുമില്ല. അവൻ കയറുന്ന ആ കൊമ്പിൽ അവളെന്തായാലും ഇല്ല കേട്ടോ. ചെറുക്കൻ അവനും കൊമ്പുകളിൽ കയറി നോക്കുന്നു. എന്തായാലും ആ പെൺകുട്ടിയെ കാണാനില്ല. അവിടെ ഇരുന്നു കൊണ്ട് അടുത്ത കൊമ്പിലേക്ക് അവൻ ചാടുകയാണ് ചെയ്തത്. അവിടെയാണ് ആ പെൺകുട്ടി ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ തൊട്ടടുത്തായിട്ട് ചെന്നിട്ടുണ്ട് ചെറുക്കൻ. ഇനി അടി കൂടി താഴെ വീഴുമോ എന്നൊന്നും അറിയില്ല. അവൾ ഇരിക്കുന്നത് കണ്ടോ. അവൾ അവസാനത്തെ കൊമ്പുകളിലിരിക്കുമ്പോൾ നമ്മുടെ ചെറുക്കൻ ദാ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്. അത് അവൾക്കും ചെറുതായിട്ടൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തി എന്തായാലും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല താഴെ ഒരുത്തൻ വളരെ വെയിറ്റിങ്ങിലാണ്. രണ്ടുപേരും ഇറങ്ങി വരണമെങ്കിൽ ഈ താഴോട്ട് തന്നെ വരണമല്ലോ. അപ്പോൾ എന്താണ് നടക്കണമെന്നൊന്നും അറിയില്ല. അങ്ങനെ കഥകൾ പല വഴിക്ക് നീണ്ടു പോയിക്കൊണ്ടിരിക്കേ അവളോട് സ്വകാര്യം പറയാനും ഒരു ധൈര്യം കൊടുക്കാനുമാണ് നമ്മുടെ സുന്ദരൻ മരത്തിൻ്റെ മേളിൽ കയറിയത് തന്നെ കേട്ടോ. എന്നാൽ പിന്നെ താഴെ ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ, അവനെ കണ്ടാൽ നമ്മുടെ ചെറുക്കന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവൻ ഈ പരിസരത്തുള്ളതല്ല, റോട്ടിൻ്റെ അപ്പുറമുള്ള ഒരു കോളനി പയ്യനാണ് ചെറുക്കൻ. അവനെ പിടിച്ചാൽ കിട്ടില്ല. അവൻ വില്ലനാണ്. അവൻ അടികൂടാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. എന്നാൽ മരത്തിൽ കയറാനും ബുദ്ധിമുട്ടുള്ള നമ്മുടെ കോളനി പയ്യൻ അങ്ങനെ വെയിറ്റിംഗ് ആണ്. രണ്ടുപേരും താഴെ ഇറങ്ങിയാൽ അവൻ വീണ്ടും ആ പെൺകുട്ടിയെ ഓടിക്കും. അതിനാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ സ്നേഹത്തോടെ അവളടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. മാത്രവുമല്ല ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഇനി താഴെ ഇറങ്ങാനുള്ള പല ഭക്തതയും അവൾ മേളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുകയും ശ്രദ്ധിക്കുകയും ആലോചിച്ച് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ രണ്ടുപേരും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വളരെ ഇപ്പോൾ സംശയമായിട്ടിരിക്കുന്നത്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോളനി പയ്യൻ മിക്കവാറും ആ പെങ്കൊച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ ഓടിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ ഇപ്പോഴൊന്നും ഇറങ്ങുന്ന യാതൊരു പരിപാടിയില്ല. ഒന്നേ താഴെ ഇരിക്കുന്ന കോളനി പയ്യൻ മാറിപ്പോകണം, എങ്കിൽ മാത്രമേ അവൾ താഴോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഥകൾ നടന്നുകൊണ്ടിരിക്കെ നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും അവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സുന്ദരൻ എത്തിയിട്ടുണ്ട്. എന്തായാലും അവൾക്ക് പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നമ്മുടെ പയ്യൻ ക്ഷമയോടെയും ശാന്തിയുടെയും സമാധാനത്തിൽ ചെറുക്കൻ അങ്ങനെ വെയിറ്റിങ്ങിലായിട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയോട് ഒരു ഐ ലവ് യു ചൊല്ലാൻ, ഒരു സ്നേഹം പറയാൻ അവൻ കൊതിച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിലോ ഇതൊന്നും അറിയാതെ അവനെ കണ്ട് പേടിച്ച് ഓടി. അങ്ങനെ നമ്മുടെ കരുമാടിക്കുട്ടൻ ആലോചിക്കുന്നുണ്ട്, താഴെ നിന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് അവൾ മരത്തിൻ്റെ മേളിൽ പേടിച്ച് എന്നെ കണ്ടു ഓടിയത്. എന്നാൽ കഥകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു പെൺകുട്ടിയെ രണ്ടുപേർ വിവാഹം കഴിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് നമുക്ക് പോവുക തന്നെ വേണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ.
ബൈ.